അസ്സലാമു അലൈക്കും. അക്യുപങ്ക്ചർ ചികിത്സ ചെയ്യുമ്പോൾ, അതായത് ഒരു അസുഖത്തിന് വന്ന് ചികിത്സ ചെയ്യുമ്പോൾ മറ്റ് അസുഖങ്ങളും മാറാറുണ്ട്. എന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അതായത് അക്യുപങ്ക്ചർ ചികിത്സ ചെയ്യാൻ വരുന്ന ഒരാളെ അയാൾ പറയുന്നത് കേട്ടിട്ടല്ല സത്യത്തിൽ ചികിത്സ ചെയ്യുന്നത്. അതൊരു ഭാഗം തന്നെയാണ്, ഇൻവെസ്റ്റിഗേഷൻ ഡയഗ്നോസിന്റെ ഒരു ഭാഗം തന്നെയാണ്. പക്ഷെ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ പൾസ് ഡയഗ്നോസ് ചെയ്യുന്നു. പൾസ് ഡയഗ്നോസ് ചെയ്യുന്നത് ഏത് പോയിന്റിൽ, അതായത് 325 അക്യുപങ്ക്ചർ മെറിഡിയൻ പോയിന്റ്സ് ഉണ്ട്, അതിൽ ഏത് പോയിന്റിൽ സ്റ്റിമുലേഷൻ കൊടുക്കണം എന്ന് തീരുമാനിക്കാനാണ് ഒരു അക്യുപങ്ക്ചർ പ്രാക്ടീഷണർ പൾസ് ഡയഗ്നോസ് ചെയ്യുന്നത്. പൾസ് ഡയഗ്നോസ് ചെയ്ത് ഏത് പോയിന്റിൽ നീഡിൽ ചെയ്യണം എന്ന് തീരുമാനിക്കും. ഈ പൾസ് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് ഏത് പോയിന്റിൽ നീഡിൽ ചെയ്യണം, സ്റ്റിമുലേഷൻ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് പൾസ് ഡയഗ്നോസിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് ശരിക്ക് കൃത്യമായി ഈ വിവരം തരുന്നത് ശരീരമാണ്. ശരീരത്തിന് കൃത്യമായി അറിയാം എവിടെയൊക്കെ എന്തൊക്കെ പ്രയാസങ്ങളുണ്ട്, അതിനെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടി സ്റ്റിമുലേഷൻ കൊടുക്കേണ്ടത് പോയിന്റ് ഏതാണ്. ഇത് ശരീരം പ്രാക്ടീഷണർക്ക് കാണിച്ചു തരികയാണ് സത്യത്തിൽ ചെയ്യുന്നത്. ഇത് കൃത്യമായി അറിയണമെങ്കിൽ ശരിക്കും ഒരു അക്യുപങ്ക്ചർ പഠിച്ച ആളുകൾക്കേ പറ്റുള്ളൂ. ഉദാഹരണം പറഞ്ഞാല് അലോപ്പതി ചികിത്സ എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. കാരണം അവർ ഓരോരോ പെർട്ടിക്കുലർ അസുഖത്തിന് ഫോക്കസ് ചെയ്തിട്ടാണ് ചികിത്സിക്കുക. അപ്പൊ കണ്ണിന് പ്രയാസമുള്ളവരെ അതിനെ ഫോക്കസ് ചെയ്ത് ചികിത്സിക്കുന്നു, അല്ലെങ്കിൽ വേറെ രോഗത്തിന് പ്രയാസമുള്ളവരെ അതിനെ ഫോക്കസ് ചെയ്ത് ചികിത്സിക്കുന്നു. അക്യുപങ്ക്ചർ ചികിത്സ എന്നത് ഒരു പ്രയാസം കൊണ്ട് വരുന്ന ആൾക്ക് എന്തൊക്കെ പ്രയാസം ഉണ്ടോ അതിനൊക്കെ ചികിത്സ പോകുന്നു. അതിന് കാരണം ഈ പൾസ് ഡയഗ്നോസ് ആണ്. പൾസ് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് കണ്ണിന് പ്രശ്നമുള്ള ആളായിക്കോട്ടെ, കരളിന് പ്രശ്നമുള്ള ആളായിക്കോട്ടെ, ഷുഗർ ഉള്ള ആളായിക്കോട്ടെ, ബി പി ഉള്ള ആളായിക്കോട്ടെ, ആളുടെ രോഗം എന്തും ആയിക്കോട്ടെ, അത് പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് ചെയ്യുക പൾസ് ഡയഗ്നോസ് ചെയ്തിട്ടാണ്. അപ്പൊ പൾസ് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് ശരീരം കൃത്യമായ സൂചനകൾ തരികയും ശരീരം കൃത്യമായ പോയിന്റ് ചൂസ് ചെയ്യാൻ അവസരം തരികയും ചെയ്യുകയും അത് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു പ്രാക്ടീഷണറുടെ മിടുക്ക്. അതിന് കോൺഷ്യസും കോൺഫിഡൻസും ഒക്കെയുള്ള ഒരു പ്രാക്ടീഷണർ ആവണം. ആ രീതിയിലേക്ക് ഒരു പ്രാക്ടീഷണർക്ക് മാറാൻ പറ്റണം. അപ്പം അവിടെയാണ് റിസൾട്ട്, ട്രീറ്റ്മെന്റിന്റെ റിസൾട്ട് കൂടുതലായിട്ട് ഉണ്ടാവാൻ കാരണം. ഇപ്പൊ നമ്മുടെ ക്ലിനിക്കിൽ വരുന്നവർക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ചിലര് മുട്ടുവേദനയ്ക്ക് വേണ്ടി മാത്രം വരുന്നതായിരിക്കും. പക്ഷെ അവർ ചിലപ്പോൾ മുട്ടുവേദന പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. പിന്നെ വരുമ്പോ പറയും, മോളെ അവിടെ ഇന്നിങ്ങനെ പ്രയാസം ഉണ്ടായിരുന്നു, ഷോൾഡർ വേദന ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റുണ്ട്. അത് മാറുന്നത് റീസൺ ഇതുകൊണ്ടാണ്, നമ്മൾ പൾസ് ഡയഗ്നോസ് ചെയ്യുന്നത് കൊണ്ടാണ്. വേറെ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ അതിനൊക്കെ ചികിത്സ പോകുന്നു. വേറൊരു തമാശ എന്താന്ന് പറഞ്ഞാൽ, മുട്ടുവേദനയ്ക്ക് വന്ന ആളായിരിക്കും. അപ്പൊ ട്രീറ്റ്മെന്റ് കുറച്ചിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ട്രീറ്റ്മെന്റ് നാച്ചുറലി ഗ്രാജുവലി കുറഞ്ഞു കുറഞ്ഞു വരിക ചെയ്യുക. അപ്പൊ ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോകുന്ന സമയത്ത് പിന്നെ ആളുകൾ പറയുന്നൊരു പ്രയാസം, എപ്പോഴും എപ്പോഴും ക്ഷീണം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും ഷോൾഡർ വേദന ഉണ്ടായിരുന്നു, അതൊക്കെ മാറി, ശരി തന്നെ. പക്ഷെ ഞാൻ വന്നത് ഈ മുട്ടുവേദനയ്ക്ക് കാണിക്കാനല്ലേ. അപ്പൊ നമ്മുടെ ട്രീറ്റ്മെന്റ് സിംഗിൾ പോയിന്റ് അക്യുപങ്ക്ചർ ആണ്. അപ്പൊ നമ്മൾ ഒരു പെർട്ടിക്കുലർ രോഗത്തിനല്ല ട്രീറ്റ്മെന്റ് ചെയ്യുക, എന്താണ് രോഗകാരണം അതിനെ അറിയാനാണ് നമ്മൾ പൾസ് ഡയഗ്നോസ് ചെയ്യുന്നത്, അതിനാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ ശരീരത്തിന് കൃത്യമായി അറിയാം ആദ്യം ഏത് അസുഖം മാറ്റണം. ശരീരമാണ് അത് ചൂസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം മാറ്റേണ്ട പ്രയാസം എന്തൊക്കെയാണോ അതൊക്കെ മാറ്റി മാറ്റിയിട്ടാണ് ശരീരം എന്ത് ചെയ്യുക. പിന്നെ ശരീരത്തിനൊരു ഘട്ടമുണ്ട്, ആ ഘട്ടത്തിനനുസരിച്ച് നമ്മൾ അനുവദിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ശരീരം അതിന്റെ കൃത്യമായ ജോലി ചെയ്യും. ശരീരം തെറ്റ് ചെയ്യില്ല. നമ്മൾ അതിനെ മനസ്സിലാക്കിയെടുത്താണ് തെറ്റുകൾ പറ്റാറ് പലപ്പോഴും. അതുപോലെ തന്നെ മുട്ടുവേദനയ്ക്ക് വന്ന ആളാണ്, ഒരു ഉദാഹരണം പറയാണ്. മുട്ടുവേദനയ്ക്ക് വന്ന ആളാണ്, അയാള് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തു, മുട്ടുവേദനയൊക്കെ മാറി. അപ്പോഴാണ് പറയാ, മോളെ അങ്ങനെയൊക്കെ പ്രയാസമുണ്ട്, ഇങ്ങനെയൊക്കെ പ്രയാസമുണ്ട്, അതിനും മാറ്റങ്ങൾ കാണുന്നുണ്ട്. അപ്പം അതായത് ഇപ്പൊ മുട്ടുവേദനയ്ക്ക് വന്ന ആൾക്ക് ചിലപ്പോൾ ആദ്യം തന്നെ ട്രീറ്റ്മെന്റ് മുട്ടുവേദനയ്ക്ക് മാറ്റം ഉണ്ടായേക്കാം, ചിലപ്പോൾ ആദ്യം തന്നെ മുട്ടുവേദനയ്ക്ക് മാറ്റം ഉണ്ടായെങ്കിലും മറ്റു പ്രയാസങ്ങളായിരിക്കും മാറ്റം ഉണ്ടാവാം. അപ്പോൾ ഒരു പേഷ്യന്റിനെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഹോളിസ്റ്റിക് ആയിട്ടാണ് എടുക്കുക. ഹോളിസ്റ്റിക് ആയിട്ടാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുക. ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ അതിനൊക്കെ പോകും. ഷുഗറും ബി പിയും എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ ആ പേഷ്യന്റ്, ഇപ്പൊ മുട്ടുവേദനയ്ക്ക് വന്ന ആൾക്ക് ചിലപ്പം ഷുഗറും ബി പി ഒക്കെ ഉണ്ടാവും, അതിന് ട്രീറ്റ്മെന്റ് പോകും. ചിലപ്പോൾ ഷുഗറും ബി പിക്കും കാണിക്കാൻ വന്ന ആൾക്ക് മുട്ടുവേദന ഉണ്ടാവും, ഷോൾഡർ വേദന ഉണ്ടാവും, അതിനൊക്കെ ട്രീറ്റ്മെന്റ് പോകും. ട്രീറ്റ്മെന്റ് ഹോളിസ്റ്റിക് ആണ്. പിന്നെ ഒരു പേഷ്യന്റിനോട് നമുക്ക് ഇത്ര കാലത്തിനുള്ളിൽ ചികിത്സ ചെയ്താൽ അസുഖം മാറും എന്നുള്ളത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോരുത്തരും ഡിഫറെന്റ് ആണ്. ഒരേ പ്രയാസം കൊണ്ട് വന്ന 5 പേഷ്യൻസിന് 5 രീതിയിലായിരിക്കും അസുഖം മാറും. അപ്പൊ ഓരോരുത്തരും ഡിഫറെന്റ് ആണ്. അപ്പോൾ എത്ര കാലയളവ് വേണ്ടി വരും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല. പക്ഷെ ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോകുമ്പോൾ
പ്രയാസം കുറഞ്ഞു കുറഞ്ഞു വരും. ഉദാഹരണം പറഞ്ഞാൽ 25 വർഷമായിട്ട് നടുവേദനയുള്ള പേഷ്യന്റ് ഒരൊറ്റ പ്രാവശ്യം ട്രീറ്റ്മെന്റ് ചെയ്തപ്പോൾ തന്നെ പൂർണ്ണമായും മാറിയ കേസുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കേസുകളുണ്ട്. അതുപോലെ നമ്മുടെ അഷ്കർക്ക 10 വർഷത്തിന് മേലെയായിട്ട് കണ്ണിന്റെ ഗോളം ചലിക്കില്ലായിരുന്നു. ഒരു 3 ആഴ്ചത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് അദ്ദേഹത്തിന് കണ്ണിന്റെ ഗോളം ചലിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അങ്ങനത്തെ ഒരുപാട് മിറാക്കിൾ റിസൾട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ശരീരം കൃത്യമായി അതിന്റെ ജോലി ചെയ്യും എന്നുള്ളതാണ്. ശരീരം എന്തൊക്കെ മാലിന്യം പുറത്തു കളയാനുണ്ടോ അത് ചെയ്യും, എന്തൊക്കെ ഇംബാലൻസ് ബാലൻസ് ചെയ്യാണ്ട് അത് ചെയ്യും. എന്തൊക്കെയോ കാരണം കൊണ്ട് അത്തരത്തിലുള്ള എനർജി ബ്ലോക്കുകൾ ഉണ്ടായത് അത് പലപ്പോഴും നമ്മുടെ ജീവിത ശൈലി ആണ് അതിനെ ബാധിക്കാറ്. പിന്നെ നമ്മുടെ ഇമോഷണൽ സ്റ്റാറ്റസ്. അപ്പം എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ അതിനൊക്കെ ട്രീറ്റ്മെന്റ് പോവും, എന്തൊക്കെ ഇംബാലൻസ് ഉണ്ടോ അതിനൊക്കെ ചെയ്യും. ഇതാണ് ശരീരം കൃത്യമായിട്ട് ചെയ്യുക. അപ്പൊ ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോകുമ്പോൾ പ്രയാസം കുറഞ്ഞു കുറഞ്ഞു വരും. കുറച്ചാഴ്ച കണ്ടിന്യൂ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ മാറ്റം ഫീൽ ചെയ്യും. ചിലർക്ക് പൂർണ്ണമായും മാറും, ചിലർക്ക് കുറച്ചും കൂടി ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും. അത് ഓരോരുത്തരുടെയും രോഗത്തിന്റെ കാഠിന്യം, അതിന്റെ കാലപ്പഴക്കം, അവർ ജീവിക്കുന്ന സാഹചര്യം, ഇതിനൊക്കെ അനുസരിച്ചിട്ട് മാറിയിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ. എന്നിരുന്നാലും ഇപ്പൊ നമ്മൾ ഏത് ചികിത്സ ചെയ്താലും രണ്ടാണ് റിസൾട്ട് അല്ലെ. ഒന്നുകിൽ അസുഖം മാറും അല്ലെങ്കിൽ മാറൂല. അതായത് ഒന്നുകിൽ പോസിറ്റീവ് റിസൾട്ട് അല്ലെങ്കിൽ ഒരു റിസൾട്ടും ഇല്ല. പക്ഷേ അക്യുപങ്ചർ ചികിത്സ ചെയ്തത് കൊണ്ട് ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും മെയിൻ എഫക്റ്റും ഉണ്ടാവുന്നില്ല. കാരണം ഈ സൂചിയിൽ, നമ്മൾ ചെയ്യുന്ന സൂചിയിൽ ഒരു മരുന്നുമില്ല. അത് ജസ്റ്റ് സ്റ്റിമുലേഷൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. മരുന്ന് നിങ്ങളുടെ ശരീരത്തിൽ തന്നെയാണുള്ളത്. ആ മരുന്നിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യും. അത്ര മാത്രമാണ് അക്യുപങ്ചർ ട്രീറ്റ്മെന്റിൽ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അക്യുപങ്ചർ ചികിത്സ ചെയ്തുകൊണ്ട് ഒരു തരത്തിലുള്ള ദൂഷ്യഫലം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പോയിന്റ് മാറിപ്പോയാലോ, നീഡിൽ ചെയ്യുന്നത് കുറച്ച് ആഴത്തിലായാലോ, അല്ലെങ്കിൽ നീഡിൽ ചെയ്യുന്ന സമയം കുറച്ച് കൂടിപ്പോയാലോ കുറഞ്ഞു പോയാലോ ഒന്നും ശരീരത്തിന് ഒരു തരത്തിലുള്ള ദോഷം ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് അപ്രോച്ച് ചെയ്യാവുന്ന ഒരു ചികിത്സ തന്നെയാണ് അക്യുപങ്ചർ ചികിത്സ. നിലവിൽ ഏറ്റവും വളരെ വേഗത്തിൽ പ്രചാരം ലഭിക്കുന്ന ചികിത്സ തന്നെയാണ് അക്യുപങ്ചർ ചികിത്സ. അതിന്റെ കാരണങ്ങളും ഇതൊക്കെ തന്നെയാണ്. കാരണം വളരെ കുറഞ്ഞ നാളുകൾക്കുള്ളിൽ വർഷങ്ങളോളം മരുന്ന് കഴിച്ചവരും മരണവരെ മരുന്ന് കഴിക്കാൻ വിധിക്കപ്പെട്ടവരും ഒക്കെ വളരെ കുറഞ്ഞ കാലത്തെ ചികിത്സ കൊണ്ട് രക്ഷപ്പെടുന്നതാണ് കാണുന്നത്. ഒരാൾക്ക് മാറ്റം വരുമ്പോൾ അയാൾ ഒരു 10 ആളെയും കൂട്ടിയിട്ട് വരും. ഇതാണ് അക്യുപങ്ചർ ചികിത്സയുടെ നിലവിലെ വളർച്ചയുടെ രഹസ്യം. താങ്ക് യു. അസ്സലാമു അലൈക്കും.